ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. രാവിലെയോ വൈകിട്ടോ ചായക്കൊപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പം ഒരു 2 സവോളയും കുറച്ച് പച്ചമുളകും ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ, ഞാനിപ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ വഴറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കോഴിമുട്ടയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പിലയോ മല്ലിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇത്രയും മതി. നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പോളം തന്നെ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്കിപ്പോൾ മുഴുവനായിട്ട് മൈദയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഗോതമ്പ് പൊടിയോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്ത ശേഷം ഒരു സൈഡിലേക്ക് മടക്കി ഇതുപോലെ തവി വെച്ച് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതൊന്ന് മുരിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അവിടെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. രാവിലെയോ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.